കലാകുവൈറ്റ് 47-ാം വാർഷിക പ്രതിനിധി സമ്മേളനം സമാപിച്ചു. സമ്മേളനം പുതിയ ഭാരവാഹികളായി ജിതിൻ പ്രകാശ്, ജനറൽ സെക്രട്ടറി അൻസാരി കടക്കൽ, പ്രസിഡന്റ് PB സുരേഷ്, ട്രഷറർ എന്നിവരെ 29-അംഗ പുതിയ കേന്ദ്ര കമ്മിറ്റി തിരഞ്ഞെടുത്തു. കേരള ആർട്ട് ലവേഴ്സ് അസോസിയേഷൻ കലാകുവൈറ്റ് 47-ാമത് വാർഷിക പ്രതിനിധി സമ്മേളനം അബ്ബാസിയ ഇന്ത്യൻ സെൻട്രൽ സ്കൂളിൽ പ്രത്യേകം തയ്യാറാക്കിയ VS അച്യുതാനന്ദൻ നഗറിലാണ് നടന്നത്. മുതിർന്ന മാധ്യമപ്രവർത്തകൻ KJ ജേക്കബ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മാത്യു ജോസഫ്, നൌഷാദ് CK, ബെറ്റി അഗസ്റ്റിൻ എന്നിവരടങ്ങിയ പ്രസീഡിയമാണ് സമ്മേളന നടപടികൾ നിയന്ത്രിച്ചത്. ജനറൽ സെക്രട്ടറി ഹിക്മത്ത് TV അവതരിപ്പിച്ച ഒരു വർഷത്തെ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ സുരേഷ് PB അവതരിപ്പിച്ച സാമ്പത്തിക റിപ്പോർട്ടും സമ്മേളനം ചർച്ച ചെയ്ത് അംഗീകരിച്ചു. 25 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും 4 മേഖലാ സമ്മേളനങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 361 പ്രതിനിധികൾ ഉൾപ്പെടെ 386 അംഗങ്ങൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. SIR പ്രവാസികളുടെ ആശങ്കകൾ പരിഹരിക്കുക, പ്രവാസികളെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കുന്ന വിമാന പ്രതിസന്ധിയെക്കുറിച്ച് അന്വേഷണം നടത്തുക, മെഡിക്കൽ ലൈസൻസ് ലഭിക്കുന്നതിനുള്ള വെരിഫിക്കേഷൻ കാലതാമസം പരിഹരിക്കുക, മതനിരപേക്ഷ ജനാധിപത്യം സംരക്ഷിക്കുക, തൊഴിലാളി വിരുദ്ധമായ പുതിയ ലേബർ കോഡുകൾ പിൻവലിക്കുക, തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനുള്ള യൂണിയൻ സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ പിൻവലിക്കുക, പൊരുതുന്ന വെനസ്വേലൻ ജനതയ്ക്ക് അഭിവാദ്യങ്ങൾ തുടങ്ങിയ പ്രമേയങ്ങൾ സമ്മേളനം അംഗീകരിച്ചു. പ്രതിനിധി സമ്മേളനം 2026 പ്രവർത്തന വർഷത്തേക്കുള്ള ഭാരവാഹികളെയും 29 അംഗ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. പ്രസിഡന്റ് അൻസാരി കടക്കൽ, ജനറൽ സെക്രട്ടറി ജിതിൻ പ്രകാശ്, ട്രഷറർ PB സുരേഷ് എന്നിവരെയാണ് സമ്മേളനം തിരഞ്ഞെടുത്തത്. ലോക കേരള സഭ അംഗവും മലയാള മിഷൻ കുവൈറ്റ് ചാപ്റ്റർ സെക്രട്ടറിയുമായ J സജി സമ്മേളനത്തിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സംസാരിച്ചു. തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് അൻസാരി കടക്കൽ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. പ്രസീദ് കരുണാകരൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ച സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ നവീൻ എളയാവൂർ സ്വാഗതവും പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട ജനറൽ സെക്രട്ടറി ജിതിൻ പ്രകാശ് നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കുവൈറ്റ്.